ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആസ്തെറ്റിക് മാസൻട്രി. അപ്പോൾ ഇന്ന് നമ്മളൊരു പോളിമർ ക്ലേ ട്യൂട്ടോറിയലാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ക്ലേ എടുത്തിട്ടുണ്ട്. പോളിമർ ക്ലേ ആണ്, ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. നിങ്ങൾ നോക്കി ഇഷ്ടമുള്ളത് നോക്കി വാങ്ങിച്ചാൽ മതി. അപ്പോൾ ക്ലേ എടുക്കുക, അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള കളർ മിക്സ് ചെയ്യുക. ഞാനിവിടെ ഓറഞ്ച് കളറാണ് യൂസ് ചെയ്യുന്നത്. ഓറഞ്ച് കളറ് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ അക്രലിക് റോളോണ് അതും നമുക്ക് ആമസോണിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങുക. ഈ സ്റ്റെൻസിലും നമുക്ക് ആമസോണിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഇത് അവൈലബിലിറ്റി പിന്നെ റേറ്റൊക്കെ കുറവുള്ളത് അത് നോക്കിയിട്ട് മേടിക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഏതാണോ വേണ്ട ഇംപ്രഷൻ അത് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ പഞ്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഡിസൈൻ വരും. ഒന്നുകിൽ കുറച്ച് തിക്നെസ്സിൽ പരത്തി നമുക്ക് പ്രസ് ചെയ്ത് അത് ഇളക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കത്തി എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനിയും ഈ മെത്തേഡ് അല്ല എങ്കിൽ നമ്മളിപ്പോൾ എടുത്ത ആ പഞ്ച് പോലത്തെ അതുണ്ടല്ലോ സ്റ്റെൻസിൽ, അത് വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് അതിലോട്ട് കിട്ടും. എന്തെങ്കിലും ഒരു സാധനം വെച്ച് നമുക്കതിനെ കുത്തി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ ലീഫും കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഒരു ഫ്ലവർ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലീവ്സ് എല്ലാം കട്ട് ചെയ്തെടുക്കുക, നല്ല രീതിക്ക് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ പോളിഷ് ചെയ്യാൻ പറ്റും. പോളിഷ് ചെയ്യാൻ നമ്മുടെ നോർമൽ വാട്ടറായിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതേപോലെ പഞ്ചിൽ തന്നെ പ്രസ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഓരോ പീസസ്സായിട്ട്. എത്ര പീസ് നിങ്ങൾക്ക് വേണോ അത്രയും പീസസ് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും പീസസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് അതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് പോളിഷ് ചെയ്താൽ മതി. കാരണം ഈ പോളിമർ ക്ലേ ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കൊരു ചെറിയ നാര് പോലെയൊക്കെ നിൽക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വാട്ടർ വെച്ച് ജസ്റ്റ് പോളിഷ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു ബേസ് ജസ്റ്റ് റൗണ്ടായിട്ട് ബേസ് കൊടുക്കാം. അതിലോട്ട് നമുക്ക് എത്ര ലീഫ് വേണം അത്രയും ലീഫ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഒരു സിംഗിൾ ലെയറാണ്. ഇനി നമുക്ക് അതിൻ്റെ പുറത്ത് നമ്മൾ ഏത് ഫെവിക്കോൾ യൂസ് ചെയ്താലും മതി. ഞാനിപ്പോൾ B700ൻ്റെ പശയാണ് യൂസ് ചെയ്യുന്നത്, അത് ഉപയോഗിക്കുക. നെക്സ്റ്റ് ലെയർ ഓഫ് ലീഫ് വെച്ച് കൊടുക്കുക. ഇനി സെൻറ്ററിലേക്ക് വീണ്ടും നമ്മളൊരു റോൾ ചെയ്തൊരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് അതിലൊരു നമ്മുടെ ഈ സൺഫ്ലവറിൻ്റെയൊക്കെ ആ ഒരു തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഷാർപ്പണായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമുക്കത് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം നല്ലൊരു ഫ്ലവർ ആയില്ലേ. ഇനി നമുക്കിതിന് കുറച്ച് കളർ ഷെയ്ഡ്സ് ആഡ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടെ ഒരു ഡാർക്കർ ടോണിലോട്ടാണ് ഈ ലീഫ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് ഇതിലിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ബ്രഷ് എടുക്കുക, പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡിലോട്ട് കിട്ടും. ഇതെൻ്റെ ഫസ്റ്റ് ട്രയലാണ് പോളിമർ ക്ലേ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് കളറാണ് ആവശ്യം അത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് സെൻറ്ററിൽ കുറച്ച് യെല്ലോ ടോൺ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ ഷെയ്ഡൊക്കെ കൊടുക്കാം. ഞാനിവിടെ ഒരു യെല്ലോ ടോൺ കൊടുത്ത് ഫിനിഷ് ചെയ്യുന്നുണ്ട്.